ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. ഐഹിക ജീവിതം വഞ്ചിക്കുന്നൊരു വിഭവമാകുന്നു എന്നാ പറയുന്നത്. നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാ ഇത് വഞ്ചിക്കുന്നൊരു വിഭവമാകുന്നത്? ഒരു വസ്തുവിനെ നമ്മൾ തൊടുമ്പം ശരിക്കും അതിൻ്റെ ക്വാണ്ടം ഫീൽഡിൻ്റെ സാന്നിധ്യത്തെ മാത്രമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അല്ലാതെ നമ്മൾ ആ വസ്തുവിനെ തൊടുന്നില്ല. നമ്മളിപ്പോൾ ഈവൻ ഒരു കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ പോലും റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ആ വസ്തുവിനെ തൊടുന്നില്ല. ഇതാണ് ഇന്ന് ശാസ്ത്രം പറയുന്നത്. നമ്മളൊരു ആപ്പിള് നോക്കുകയാണെങ്കിൽ ആ ആപ്പിളിന് റെഡ് കളറായിട്ട് നമുക്ക് അനുഭവിക്കുക. പക്ഷേ ശരിക്കും ആപ്പിളിന് നിറമല്ല. അതുകൊണ്ടാണ് അത് ഇരുട്ടത്ത് ബ്ലാക്ക് കളറായിട്ട് മാറുന്നത്. അതേപോലെ നമ്മൾ കടലിൻ്റെ അടിയിൽ പോയിട്ട് നമ്മൾ ബ്ലഡിൻ്റെ കളർ നോക്കുകയാണെങ്കിൽ അത് പച്ച കളറായിരിക്കും വരുന്നത്. നമ്മുടെ ബ്രെയിനാണ് നമുക്ക് ഈ നിറങ്ങൾ കളർഫുള്ളായിട്ട് കാണിച്ചു തരുന്നത്. ശരിക്കും യാഥാർത്ഥ്യത്തിൽ ഒരു വസ്തുവിനും നിറമില്ല. ഇപ്പോൾ നമ്മൾ കാണുന്നതെല്ലാം നമ്മൾ അനുഭവിക്കുന്നതെല്ലാം നമ്മുടെ മസ്തിഷ്കം കാണിച്ചു തരുന്നൊരു മായ മാത്രമാണ്. അതുതന്നെയല്ലേ 1400 വർഷങ്ങൾക്ക് മുന്നേ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ഐഹിക ജീവിതം വഞ്ചിക്കുന്നൊരു വിഭവമാകുന്നു എന്ന്. ശരിക്കും നമ്മൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കില്ലേ ഓരോ നിമിഷവും?